ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദ്ധാരണക്കുറവ്, അതിൻ്റെ ഇംഗ്ലീഷ് ടേം എറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ ന്യൂവർ ട്രീറ്റ്മെൻറ്റിനെ പറ്റി. ഉദ്ധാരണക്കുറവിന് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ. യൂഷ്വലി അതിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു: സൈക്കോളജിക്കൽ, ഓർഗാനിക്, മിക്സഡ്. സൈക്കോജനിക് എന്ന് പറഞ്ഞാൽ ടെൻഷൻ കൊണ്ട് ഉദാഹരണം സംഭവിക്കുന്നില്ല. യൂഷ്വലി അത് 45 വയസ്സിന് താഴെ സംഭവിക്കുന്നു. മെജോറിറ്റി ആൾക്കാരും പറയും, ഡോക്ടർ ഒരു ദിവസം വൈഫുമായിട്ട് ബന്ധപ്പെട്ടു, ഉദ്ധരിക്കാൻ പറ്റിയില്ല, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉദാഹരണം കിട്ടി, അല്ലെങ്കിൽ വെളുപ്പിനടിച്ചപ്പോൾ ഉദാഹരണം കിട്ടി, സ്വയംഭോഗം ചെയ്തപ്പോൾ കിട്ടി, സ്ത്രീയുടെ പോയപ്പോൾ കിട്ടിയില്ല. ഇതെല്ലാം കാണിക്കുന്നത് എന്താ? ഉദാഹരണമുണ്ട്. ഒന്നീ നല്ല വികാരമുള്ളപ്പോൾ, സ്വയംഭോഗം ചെയ്യുമ്പോൾ, വെളുപ്പിന് എണീക്കുമ്പോൾ ചില സിറ്റുവേഷനിൽ കിട്ടുന്നില്ല. അതാണ് സൈക്കോളജിക്കൽ രീതി. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ആൾക്കാർ 40 വയസ്സിന് ശേഷമായിരിക്കും അവർ പറയും, ഡോക്ടറെ ഒരു 40 വയസ്സ് വരെയൊക്കെ സെക്സ് നല്ലതായിരുന്നു, ഇപ്പോൾ പണ്ടത്തെ അത്ര ഉദാഹരണം കിട്ടുന്നില്ല, കിട്ടിയാലും പഴയ ദൃഢത കിട്ടുന്നില്ല. ആഗ്രഹമുണ്ട്, ഉദാഹരണമുണ്ട്, അത്യാവശ്യം ദൃഢത കിട്ടിയാലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പല ആൾക്കാരും വിചാരിക്കുന്നത് എന്താ, ഉദാഹരണക്കുറവെന്ന് പറഞ്ഞാൽ ടോട്ടലി ഇറക്ഷൻ പോയി. അതൊക്കെ എപ്പോഴും ഉദാഹരണക്കുറവ് തുടങ്ങി 5 or 10 വർഷം കഴിഞ്ഞിട്ട്. ഇനിഷ്യലി ആഗ്രഹമുണ്ട്, ഉദാഹരണമുണ്ട്, പക്ഷെ റിജിഡിറ്റി കിട്ടുന്നില്ല. അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്, ഉദാഹരണമുണ്ട്, റിജിഡിറ്റി ഉണ്ട്, പക്ഷെ 2 or 3 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ സോഫ്റ്റ് ആവും. ഒരു 2 or 3 or 4 വർഷം കഴിഞ്ഞിട്ടാണ് ടോട്ടൽ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരുന്നത്. സോ ഏതൊരു ഒരു വ്യക്തി 40 വയസ്സിന് ശേഷമോ 35 വയസ്സിന് ശേഷമോ ചിന്തിക്കുന്നു അവൻ്റെ ഉദാഹരണം പ്രോപ്പർ അല്ല. പണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയി വയാഗ്ര ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കുന്നു. അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ പത്രത്തിൽ കാണുന്ന ലേബലുകളും തൈലങ്ങളും വാങ്ങിച്ച് ഉദാഹരണക്കുറവ്, കുതിരയുടെ പരസ്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ആനിമൽസിന്റെ പരസ്യം കണ്ടിട്ട് ടൈഗറിൻ്റെയൊക്കെ പരസ്യം, സെക്സിന് ഉത്തേജനം, കുറേ വൈറ്റമിൻസ് വാങ്ങിച്ച് കഴിക്കുന്നു. ഇപ്പോഴത്തെ ഫസ്റ്റ് പ്രത്യേകത എന്താ? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ സൈക്കോളജിക്കൽ അല്ല, ഉദാഹരണം അസുഖം കൊണ്ട് കുറവുണ്ടെന്ന് തോന്നിയാൽ ഒരു എൻഡോക്രിനോളജിസ്റ്റിനെ കണ്ട് 5 കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് പുരുഷ ഹോർമോൺ, അതിൻ്റെ പേരാണ് ടെസ്റ്റോസ്റ്ററോൺ. നമുക്കെല്ലാം അറിയാം, ആണുങ്ങളുടെ പ്രശ്നം അഥവാ ടെസ്റ്റിക്കിൾസ് ഓരോ പ്രായത്തിനും ഓരോ അളവുണ്ട്. മുതിർന്നൊരു വ്യക്തിക്ക് 3 to 5 സെന്റിമീറ്റർ, കുട്ടികൾക്ക് 2 സെന്റിമീറ്റർ. അപ്പോൾ പ്രശ്നത്തിൽ നിന്ന് വരുന്ന പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ കുറവുണ്ടെങ്കിൽ അത് ഇഞ്ചക്ഷനായിട്ടോ ക്യാപ്സൂളായിട്ടോ ക്രീമായിട്ടോ എടുക്കുക. 2 തൈറോയ്ഡ് കുറവുണ്ടെങ്കിൽ അത് നോർമലാക്കുക. 3 കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ LDL ഹൃദയാഘാതത്തിനൊപ്പം ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കും. LDL 70 കൂടുതലാണെങ്കിൽ അത് നോർമലാക്കുക. ഷുഗർ ഉണ്ടെങ്കിൽ നോർമലാക്കുക. പ്രോസ്ട്രേറ്റ് ഉണ്ടെങ്കിൽ നോർമലാക്കുക. സോ 30 വയസ്സിൻ്റെ വ്യക്തിക്ക് ഉദാഹരണക്കുറവുണ്ട്, ടെൻഷൻ കൊണ്ടല്ല അസുഖം കൊണ്ടാണ് ചിന്തിച്ചാൽ ഫസ്റ്റ് ടെസ്റ്റോസ്റ്ററോൺ എൻഡോക്രിനോളജിസ്റ്റ് ചെക്ക് ചെയ്യുക. അത് കുറവാണെങ്കിൽ ഇഞ്ചക്ഷനോ ക്യാപ്സൂളോ ക്രീമോ എടുക്കുക. തൈറോയ്ഡ് കുറവുണ്ടെങ്കിൽ നോർമലാക്കുക. ബാഡ് കൊളസ്ട്രോൾ LDL 70 കൂടുതലാണെങ്കിൽ LDL 70 താക്കുക. ഷുഗറിൻ്റെ 3 മാസത്തെ ആവറേജ് HbA1c 6.5 താക്കുക. അതേപോലെ നമ്മളെ സംബന്ധിച്ച് പ്രോസ്ട്രേറ്റിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ PSA നോർമലാക്കുക. ഇതെല്ലാം നോർമലാക്കിയിട്ട് ഒരു വ്യക്തി പറഞ്ഞു, ഇല്ല ഡോക്ടർ പറഞ്ഞു ടെസ്റ്റോസ്റ്ററോൺ എടുത്തു, തൈറോയ്ഡ് നോർമലായി, ചീത്ത കൊളസ്ട്രോൾ 70 താന്നു, HbA1c 6.5 താത്തു, പ്രോസ്ട്രേറ്റ് നോർമൽ, എന്നിട്ടും എനിക്ക് ഉദാഹരണം കിട്ടുന്നില്ല. ഫസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ഹാർട്ടിൻ്റെ ചെക്ക് ചെയ്യുക. അതാണ് TMT എക്കോ. കാരണം ഇങ്ങനെയുള്ളതിൽ 65% പേർക്കും ലിംഗത്തിൻ്റെ രക്തക്കുറവിനൊപ്പം ഹൃദയത്തിലേക്കുള്ള രക്തക്കുറവ് വരാം. അതാണ് TMT എക്കോ ചെയ്യുക. അല്ലെങ്കിൽ കൊറോണറി അറ്റാക്ക് വരുമെന്ന് പറയുന്നത് കൊറോണറി ആയിട്ട് ക്യാൻസർ ചെയ്യുക. ഒരു വ്യക്തി പറയുന്നു, ഡോക്ടർ പറഞ്ഞ പോലെ ഹോർമോൺ എല്ലാം ചെക്ക് ചെയ്തു, ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും ടെസ്റ്റോസ്റ്ററോണും എല്ലാം നോർമൽ, ഡോക്ടറെ കൊറോണറി ആർട്ടറി TMT എക്കോ കാൽസ്യം സ്കോറും ചെയ്തു, അതും നോർമൽ, എന്നിട്ട് ഉദാഹരണം കിട്ടുന്നില്ല. അവർക്ക് നമ്മൾ പണ്ട് പൊക്കൊണ്ടിരുന്ന ഹോർമോണാണ് വയാഗ്രയുടെ ഗ്രൂപ്പ്. ഇത് കാണാമല്ലോ, അതിൻ്റെ പേരാണ് സിൽഡിനാഫിൽ, ടെഡലാഫിൽ, വാഡിനാഫിൽ. അപ്പം സിൽഡിനാഫിൽ എന്ന് പറഞ്ഞാൽ വയാഗ്ര 25, 50, 75, 100. ഇപ്പം നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ടെഡലാഫിൽ, അതാണ് സിയാലിസ്. ഇതിൻ്റെ 5, 10, 20 മില്ലിഗ്രാം ഉണ്ട്. ഇത് നമ്മൾ ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം ഉപയോഗിക്കും. എന്നിട്ട് ഉദാഹരണം കിട്ടിയ വീഡിയോ നോക്കും. 90% പേർക്കും ആദ്യ കാലഘട്ടങ്ങളിൽ വയാഗ്ര ഗ്രൂപ്പ് സിൽഡിനാഫിൽ 25 ആണെങ്കിൽ അത് ഉദാഹരണം കിട്ടും, ടെഡലാഫിൽ 5 ആണെങ്കിൽ കിട്ടും. ഒരു 6 മാസം കഴിഞ്ഞ് 5 മില്ലിഗ്രാം കഴിച്ചാൽ നമ്മൾ വിചാരിക്കും വലിയ പ്രയോജനമില്ല, 10 എടുക്കും. ഒരു 2 വർഷം കഴിഞ്ഞ് നമ്മൾ പറയും 10 എടുത്തിട്ടും പഴയ ടെമ്പർ കിട്ടുന്നില്ല, 20 എടുക്കും. ഇപ്പം ടെഡലാഫിലിൻ്റെ സിൽഡിനാഫിൽ കഴിഞ്ഞ് ടെഡലാഫിൽ സിയാലിസ് അതിൻ്റെ മാക്സിമം ഡോസ് 20 ആണ്. വയാഗ്രയുടെ മാക്സിമം ഡോസ് 25, 50 കഴിഞ്ഞാൽ 75, 100. 2 വർഷം കൊണ്ട് ഈ മരുന്ന് മാക്സിമം എത്തുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞു മരുന്നൊന്നും പഴയ പോലെ വർക്ക് ചെയ്യുന്നില്ല, ലിംഗത്തിനകത്ത് ഇഞ്ചക്ഷൻ എടുക്കുക. ഇഞ്ചക്ഷൻ അൽപ്രോസ്റ്റാറ്റിൻ അല്ലെ പമ്പ് ഫിറ്റ് ചെയ്യാൻ പറയും. ഇവിടാണ് നമുക്ക് മറ്റൊരു ചികിത്സയില്ലായിരുന്നത്. ലോകത്തിൽ ഏത് വ്യക്തി 45 വയസ്സ് കഴിഞ്ഞിട്ട് ഉദാഹരണം പറഞ്ഞാൽ ഒന്നീ അവൻ ചികിത്സ എടുക്കത്തേയില്ല, അല്ലെ എൻഡോക്രിനോളജിസ്റ്റിനെ കണ്ട് ടെസ്റ്റോസ്റ്ററോണോ തൈറോയിഡോ കൊളസ്ട്രോളോ പ്രോസ്റ്റേറ്റോ നോർമലാക്കും. അല്ലെങ്കിൽ വയാഗ്ര ഗ്രൂപ്പ് സിൽഡിനാഫിൽ 100 അല്ലെ സിയാലിസ് ടെഡലാഫിൽ 20 എടുക്കും. 3 or 4 പ്രാവശ്യം കഴിഞ്ഞ് അതും വർക്ക് ചെയ്യില്ലെങ്കിൽ ഒരു 50 വയസ്സാകുമ്പോൾ സെക്സിൻ്റെ പരിപാടിയെ നിർത്തും. എന്നിട്ട് പറയുമ്പോൾ സെക്ഷൽ പെർഫോമൻസ് ഒക്കെ പഴയ വീക്കാ, ഷുഗർ ഉണ്ട്, BP ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇന്റർനാഷണലി പുതിയ ജെല്ല് വന്നിരിക്കുന്നത്. അതിൻ്റെ പേരാണ് പെനഗ്ര എക്സൽ. നമുക്കെല്ലാം അറിയാം, ലിംഗത്തിൽ തേക്കുന്ന ഒരു മരുന്നും ഇതുവരെ അമേരിക്കയിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ, എറക്ടൈൽ ഡിസ്ഫങ്ഷൻ വേണ്ടി അപ്രൂവൽ കിട്ടിയിട്ടില്ല.
2024 മാർച്ചിൽ US ഒരു ഡ്രഗിന് അപ്രൂവൽ കിട്ടി. അതിന്റെ പേരാണ് എറക്സോൺ ജെൽ. സോ ഒരു ജെല്ലാണ് ലിംഗത്തിൽ അർപ്പിക്കുന്നത്, അല്ലെങ്കിൽ സെക്സിന് ഒരാളെ ബന്ധപ്പെടുന്നത്. 10 മിനിറ്റ് മുമ്പ് ലിംഗത്തിന്റെ അഗ്രഭാഗത്തിൽ ആ ജെല്ല് തേച്ച് 15 സെക്കൻഡ് തേച്ചാൽ 65% പേർക്ക് ലിംഗത്തിലേക്കുള്ള രക്തോട്ടം കൂട്ടും. അത് അമേരിക്ക മാത്രം 2024 മുതൽ നവംബർ 2025 വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്ത്യയിൽ അത് ലോഞ്ച് ചെയ്തു. അതിന്റെ പേരാണ് പെനഗ്ര എക്സൽ ജെൽ. സോ വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ്? ലിവർ ഡിസീസ് ഉണ്ടെങ്കിലും, കിഡ്നി ഉണ്ടെങ്കിലും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടെങ്കിലും, കിഡ്നി ഫെയിലിയർ ഉണ്ടെങ്കിലും, ഹാർട്ടിന് എന്ത് തകരാറുണ്ടെങ്കിലും നമുക്ക് വയാഗ്ര എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ വാവടി എടുക്കാതെ ജെല്ലായിട്ട് ഉപയോഗിക്കാം. സോ ഇതിന്റെ പേരാണ് പെനഗ്ര എക്സൽ. US അതിന്റെ പേരാണ് എറക്സോൺ എക്സൽ ജെൽ. സോ ഇതിന്റെ ആക്ഷൻ എന്താ? ശരിക്കും ഈ ജെൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറൊരു കണ്ടന്റ് ഇല്ല. ഇതിനകത്ത് ഗ്ലിസറോൾ, ആൽക്കഹോൾ, അതിന്റെ കൂടെ മെൻതോൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പണ്ട് അയഡെക്സ് എന്ന് പറയും, മുറിവ് വരുമ്പോൾ അതിനെ തേക്കുന്നു. അതേപോലെ ഒരു കൂളൻ ജെല്ലിയാണ് പെനഗ്ര എക്സൽ ജെൽ. ഇതിനകത്ത് എത്ര ഗ്രാം ഉണ്ടെന്ന് നമുക്കറിയാം. ഇതെല്ലാം 5 ഗ്രാമിന്റെ ജെല്ലാണ്. കറക്റ്റ് വായിക്കുക. സോ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? സെക്സിന് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു. അപ്പം അതിന് 10 മിനിറ്റ് മുമ്പ്, സപ്പോസ് നിങ്ങളുടെ പാർട്ട്ണറോട് 8 മണിക്ക് ബന്ധപ്പെടാൻ ആഗ്രഹിക്കും, 10 മിനിറ്റ് മുമ്പ് 7:50 ആകുമ്പോൾ ലിംഗത്തിന് തുറക്കുക. ലിംഗത്തിന് വികാരം വന്നിട്ട് മാത്രമേ ചെയ്യോ. ആ പെനഗ്ര എക്സൽ ജെൽ 5 ഗ്രാമിന്റെ ട്യൂബ് ഉണ്ട്, അത് തുറക്കുക. ഒന്നീ 5 ഗ്രാം ഫുൾ ആയിട്ട് തേക്കാം, അല്ലെങ്കിൽ 50% 1 to 2 ഗ്രാം എടുത്തിട്ട് ലിംഗത്തിന്റെ അഗ്രഭാഗത്ത്, ഗ്ലാൻഡ് സ്പേസ്, ആ തുറന്നിരിക്കുന്ന അഗ്രഭാഗത്ത് 15 സെക്കൻഡ് തേക്കുക. സോ എപ്പോഴും പ്രൊസീജിയർ എന്താ? സെക്സിന് ആഗ്രഹമുണ്ട്, ലിംഗത്തിന് ഉദ്ധാരണം കിട്ടുന്നു, പക്ഷെ ഫുൾ സ്ട്രെങ്ത് കിട്ടുന്നില്ല. നമുക്കറിയാം വയാഗ്ര എടുക്കാം, വയാഗ്രയുടെ മുമ്പത്തെ സ്റ്റേജ് അല്ലെ, വയാഗ്ര എടുത്തിട്ടും ഫുൾ സ്ട്രെങ്ത് കിട്ടുന്നില്ല. ഈസിയസ്റ്റ് എന്താ? പിന്നെ വയാഗ്രയുടെ ഡോസ് കൂട്ടേണ്ട ആവശ്യമില്ല. ഒരു പെനഗ്ര എക്സൽ, ഇതുവരെ US എറക്സോൺ എക്സൽ ജെല്ല് വാങ്ങിക്കാം. 5 ഗ്രാമിന്റെ ട്യൂബ് ലിംഗത്തിന്റെ അഗ്രഭാഗത്ത്, അതിന്റെ ഫുൾ ട്യൂബോ അല്ലെ പകുതിയോ 1 ഗ്രാമോ ഗ്ലാൻഡ് സ്പേസിൽ തേക്ക്. 15 സെക്കൻഡ് നമ്മുടെ ഇവാപ്പറേറ്റ് ചെയ്യുന്ന പോലെ 15 സെക്കൻഡ്, 10 മിനിറ്റ് മുമ്പ് തേക്ക്. 15 സെക്കൻഡ് കൊണ്ട് 1, 2, 3, 4 തേക്കുമ്പോൾ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോയിരിക്കും. ഉദ്ധാരണം യൂഷ്വലി ലിംഗത്തിന്റെ രക്തോട്ടമുള്ളവർക്ക് 10 മിനിറ്റിനുള്ളിൽ കിട്ടിയിരിക്കും. എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ? ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത കാരണം അമേരിക്കയിൽ 18 വയസ്സ് കഴിഞ്ഞ് 100, 120 വയസ്സ് വരെ എല്ലാവർക്കും അപ്രൂവൽ കിട്ടി. പക്ഷെ ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, വയാഗ്രയുടെ 1/10 എഫിക്കസി ഉള്ളൂ. വയാഗ്ര എപ്പോഴും നമുക്ക് ഹൈലി പൊട്ടന്റ്, വാവടി എടുക്കുന്നു, ലിംഗത്തിലേക്കുള്ള രക്തക്കൊണ്ടേ തുറന്നു തരും. ഇതൊന്നും ഇത് ലോക്കൽ ആക്ഷൻ. നമ്മുടെ ലോക്കലി നമ്മുടെ ലിംഗത്തിന്റെ അഗ്രഭാഗം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഫസ്റ്റ് പേജ് വാങ്ങിക്കുക. സോ എപ്പോഴും അപ്ലൈ 10 മിനിറ്റ്സ് ബിഫോർ അറ്റൻഡഡ് ഇന്റർകോഴ്സ്. സേഫ്. 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സേഫ്. എത്ര ട്യൂബ് വരെ ഉപയോഗിക്കാം? 3, 4 എത്ര ട്യൂബ് വേണമെങ്കിലും ഉപയോഗിക്കാം. ബട്ട് യൂഷ്വലി ഒരു ട്യൂബിന്റെ 50%, ഒരു ഗ്രാമിന് 5 ഗ്രാം ഉണ്ടെങ്കിൽ 1 to 2 ഗ്രാം ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് തേച്ചാൽ. സോ ബേസിക്കലി മനസ്സിലാക്കുന്നത് സെക്സിന് ആഗ്രഹം വന്നതിന് ശേഷമേ തേക്കാവൂ. ചുമ്മാ ഉറങ്ങിക്കിടന്ന ഒരു വ്യക്തിയുടെ ലിംഗത്തിന്റെ അകത്ത് തേച്ചാൽ അവൻ കിടന്ന് ഉറങ്ങത്തേ ഉള്ളൂ. സെക്സിന് വികാരം വന്നു ലിംഗത്തിലേക്ക് പൂർണ്ണ തോതിൽ രക്തയോട്ടമില്ല, ലിംഗം ആടിയാടി നിൽക്കുന്നു. ആ സമയത്ത് ലിംഗത്തിന്റെ അഗ്രചരണം മാറ്റിയിട്ട് ഗ്ലാൻഡ് സ്പേസ്, ചുമന്ന് നിൽക്കുന്ന ഭാഗത്ത് 2 to 5 ഗ്രാം, 5 ഗ്രാം to 2 ഗ്രാം, 5 ഗ്രാമിലേക്ക് 15 സെക്കൻഡ് ഇവാപറേറ്റ് ചെയ്യും. യൂഷ്വലി 10 മിനിറ്റിനുള്ളിൽ എറക്ഷൻ 50% ഇംപ്രൂവ് ചെയ്യും. കോണ്ടം ഉപയോഗിക്കുന്നത് ഒരു പ്രശ്നമില്ല. ഉദ്ധരിക്കുന്നതിന് അല്ലെങ്കിൽ ബന്ധപ്പെടുന്നതിന് 10 മിനിറ്റ് മുമ്പ് ലിംഗത്തിന്റെ അഗ്രഭാഗത്തേക്ക് 15 സെക്കൻഡ് വാച്ച് നോക്കി നിൽക്കും. അത് കഴിഞ്ഞ് കോണ്ടം എടുക്കുക. കാരണം 15 മിനിറ്റിനുള്ളിൽ ഇവാപറേറ്റ് ചെയ്യുന്നത് ബന്ധപ്പെടുന്ന സ്ത്രീക്ക് ഒരു ഇൻഫെക്ഷനോ ഒന്നും വരത്തില്ല. ഒറ്റ കാര്യം, ലിംഗത്തിനകത്ത് കട്ടോ ഇഞ്ചുറിയോ മുറിവുകളോ ഉള്ളത് ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സോ ബേസിക്കലി മനസ്സിലാക്കുന്നത്, സെക്ഷൽ ഡിസ്ഫങ്ഷന് പണ്ട് ലോകത്തിൽ ട്രീറ്റ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റിഗ്മയാണ്. നമ്മുടെ ഉദാഹരണങ്ങളുണ്ട്. എങ്ങനെ ആൾക്കാർക്ക് പറയും, അല്ലെങ്കിൽ ഇതിന് ചികിത്സയുണ്ടോ, പ്രകൃതിയുണ്ടോ, അല്ലെ വൈഫിന് 50 വയസ്സായി സെക്സ് വേണോ വേണ്ടിയോ? ആ കാലമൊക്കെ എപ്പോഴേ പോയി. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട, ഉദാഹരണക്കുറവുണ്ടെങ്കിൽ ചികിത്സയുണ്ട്. ഒരു എൻഡോക്രൈൻ, ടെസ്റ്റോസ്റ്ററോണോ, തൈറോയിഡോ, കൊളസ്ട്രോളോ, HbA1c, പ്രോസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ മരുന്നെടുക്കുക. എന്നിട്ട് നോർമലായിട്ട് ഫസ്റ്റേ പോയി ഹാർട്ട് ചെക്ക് ചെയ്യുക. അതായത് TMT, എക്കോ, അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി കാൽസ്യം സ്കോർ. ഇത് നോർമൽ ആണെങ്കിൽ പണ്ട് ഫസ്റ്റ് പോകുന്ന വയാഗ്ര, സിൽഡനാഫിൽ, ടഡനാഫിൽ, വാഡിനാഫിൽ. ഇതൊന്നും മോശം മരുന്നല്ല, ഏറ്റവും നല്ല മരുന്നുകളാണ്. പക്ഷെ 35 വയസ്സുകാരൻ വയാഗ്ര 25 മില്ലിഗ്രാം തുടങ്ങിയ 40 വയസ്സാകുമ്പോൾ 100 മില്ലിഗ്രാം എഫക്റ്റീവ് ഇല്ലാതാവും. 40 വയസ്സുകാരൻ ടഡനാഫിൽ സിയാലിസ് 5 തുടങ്ങിയ 42 വയസ്സാകുമ്പോൾ മരുന്നിന് ഗുണമില്ലെന്ന് പറയും. സോ സ്റ്റേജ് ബൈ സ്റ്റേജ് പോകാം. ഫസ്റ്റ് ചെയ്യേണ്ടത് സ്വയം ഉദ്ധരിക്കുന്നു നോക്ക്. 55 60 വയസ്സിന് പറ്റിയില്ലെങ്കിൽ ഫസ്റ്റ് പെനഗ്ര ജെൽ ഉപയോഗിക്കുക. എന്നിട്ട് ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ മാത്രം വയാഗ്രയിൽ പോവുക. വയാഗ്ര എടുത്തിട്ടും 100% കിട്ടുന്നില്ല, 80% ഉദാഹരണം കിട്ടുന്നു. അവർക്കും പെനഗ്ര ജെൽ. ഇതിന്റെ പല പേഷ്യൻസും അമേരിക്കയിൽ നിന്നും ദുബായ് വഴി വാങ്ങിച്ചുള്ളത് എറക്സോൺ ജെൽ. അത് ഇന്ത്യയിൽ നമ്മുടെ കൈക്കൊമ്പിളുണ്ട്. അതാണ് പെനഗ്ര എക്സൽ. ബിക്കോസ് സെക്സിന് ദർ ഇസ് നെവർ ആൻ എൻഡ് ഫോർ സെക്സ്. പണ്ട് നമ്മൾ വിചാരിക്കുന്നത് 60 വയസ്സിൽ സെക്ഷൻ ചെയ്തു, ഒരിക്കലും ഇല്ല. 75, 80, 85, 90 യു വാണ്ട് സെക്സ്, ഗോ ഫോർ ഇറ്റ്. പക്ഷെ പല ആൾക്കാർക്കും പ്രശ്നം എന്താ? 65, 70 വയസ്സാകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും, ആൻജിയോപ്ലാസ്റ്റി ചെയ്യും, ബൈപ്പാസ് ചെയ്യും, സോർബിട്രേറ്റിന്റെ ഗുളിക കഴിക്കും. അതിന്റെ കൂടെ ഒരിക്കലും വയാഗ്ര ടാബ്ലറ്റ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ 18 വയസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് പെനഗ്ര ജെൽ, അല്ലെങ്കിൽ US ദുബായിൽ നിന്ന് വാങ്ങിക്കുന്ന എൻ്റെ പേരാണ് എറക്സോൺ ജെൽ. സോ ദാറ്റ് ഇസ് ഇൻ ഷോർട്ട് അബൌട്ട് സെക്ഷൽ ഡിസ്ഫങ്ഷൻ. സോ ഉദാഹരണക്കുറവ് ഒരിക്കലും ഒരു അസുഖമല്ല, അത് ജീവിതത്തിന്റെ പെണ്ണുങ്ങളുടെ മെനോപോസ് പോലെ. ആണുങ്ങൾക്ക് 55, 60 വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയാം. എല്ലാവർക്കും കുറയണമെന്നില്ല, 50% പേർക്ക് കുറയും. അവർ
ഒരു ചികിത്സയില്ലാതിരിക്കരുത്. കറക്റ്റ് ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ടിട്ട് ഹോർമോൺ ചെക്ക്, അതിനുശേഷം സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ട് ഏത് മരുന്ന് വേണമെന്ന് കറക്റ്റായിട്ട് എടുത്ത് 90-100 വയസ്സ് വരെ ഹാപ്പിയും ഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ ലൈഫായിട്ട് ലൈഫ് കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു.